ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് അലൈനിലോട്ടാണ്. ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന അലൈനിലോട്ട്. അലൈനിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാം. UAE തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്ലേസിൽ ഒന്നാണ് അലൈൻ. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് അലൈൻ എന്ന് പറയുന്നത്. നിറയെ തോട്ടങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസാണ്. അവിടെ തന്നെ ഇഷ്ടം പോലെ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. അപ്പോൾ അതിലൊരു പ്ലേസിലോട്ടാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. ഇതൊരു ഫ്രീ എൻട്രി പ്ലേസ് ആണ്. അതുപോലെ തന്നെ നമുക്കിനി വരുന്ന ഈദ് ഹോളിഡേയ്സിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ ഉള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് അലൈൻ ഒയാസിസ് ആണ്. ഭയങ്കര അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഇല്ലില്ല, എന്തായാലും നമ്മുടെ നാട്ടിൽ പോയ പോലെ ഉണ്ടല്ലേ. നാട്ടില് തെങ്ങാണെങ്കിൽ ഇവിടെ പന, അതാണ് വ്യത്യാസം. അതല്ലോ വ്യത്യാസം അല്ലേ? നമ്മുടെ നാട്ടില് പറമ്പിലൊക്കെ നടക്കണ ഒരു ഫീൽ അല്ലേ? ഒരു ജാതിക്കത്തോട്ടം. വാവ്, നമ്മുടെ നാട്ടില് പോയ പോലെ തന്നെ കേട്ടോ. ഇതൊരു ഫ്രീ എൻട്രി ഉള്ളൊരു പ്ലേസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ തികച്ചും എൻട്രി ഫ്രീ ആണ്. പിന്നെ നല്ല പച്ചപ്പും ഹരിതാഭമാണ് മൊത്തത്തില്. അതെ, പിന്നെ തേങ്ങ വീഴുന്നുള്ള പേടി വേണ്ട, പനിയാണ്. നടക്കുമ്പോൾ തേങ്ങ വീഴുന്നുള്ള പേടിയുണ്ട്. ഇവിടെ തേങ്ങ വീഴുന്നുള്ള പേടി വേണ്ട, തേങ്ങ ഒന്നുമില്ല. പട്ട വീഴോ? അതൊരു ചോദ്യമാണ്. പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മള് മരുഭൂമിയിൽ നിന്ന് മരുപ്പച്ചയിലേക്ക് എന്നൊക്കെ പറയണ പോലെയാണ്. ഫുള്ള് നമ്മുടെ നാട്ടിൽ പോയിട്ട് നമ്മുടെ നാട്ടിലെ പറമ്പിലൊക്കെ നടക്കുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ ഇവിടെ ഫുള്ള്. മാത്രമല്ല, ഒരു വ്യത്യാസമുള്ളത് തെങ്ങിന് പകരം പനയാണെന്നുള്ളൂ. പക്ഷെ അടിപൊളി പ്ലേസ് ആണ്, ഫ്രീ എൻട്രി ആണ്. എന്തായാലും നിങ്ങൾ വന്നിട്ട് വിസിറ്റ് ചെയ്തോളൂ. ഞങ്ങൾക്ക് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ബെസ്റ്റ് എന്ന് പറയണ പോലെ തന്നെ വന്ന് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയും കുറേ കാണാനുണ്ട്, നമുക്ക് പോയിട്ട് കണ്ടു നോക്കാം ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ? യെസ്. അപ്പൊ പതിപോലെ തന്നെ അപ്പൂസുണ്ട് അവിടെ, ഇഷക്കുട്ടി കളിക്കുന്നു. അപ്പൂസിനാണെങ്കിൽ ഊതി കളിക്കാണ്. കൊച്ചു കുട്ടികളുടെ മനസ്സാ, എന്താ ചെയ്യാ. പിള്ളേരൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പാടത്തും പറമ്പിലൊക്കെ ഓടി കളിച്ചതൊക്കെ നമുക്ക് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ നമ്മുടെ കുട്ടികൾക്കും ഇവിടെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമൊന്നും വേണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർ അടിപൊളിയായിട്ട് അയച്ചങ്ങോട്ട് വിടാം. സൂപ്പറായിട്ട് അവർക്ക് കളിക്കാനുള്ള ഇഷ്ടംപോലെ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കണ്ടോ സംഭവം കണ്ടോ? ഇതിന്റെ പേരറിയാവുന്നവർ കമന്റ് ചെയ്യും. ഇതിന്റെ പേരറിയില്ല, നമുക്ക് ഇത് ഊതി നോക്കാം. ഊതട്ടെ? വരാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഊതിയൊക്കെ കളിക്കാം, നല്ല രസമുണ്ട്. നമുക്കിവിടെ വണ്ടിയിലൊക്കെ പോകാനായിട്ട് പറ്റും. ബഗ്ഗീസും ഒക്കെ അവൈലബിൾ ആണ്. അതിന് നമ്മളിവിടെ പൈസ കൊടുക്കണം, അതിന് പേയ്മെന്റ് ഉണ്ട്.
ഇവിടെ റെസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട് അത് മാത്രമല്ല ഇവിടെ അങ്ങനെ വെയില് കുറവാണ്. ഇവിടെ വെള്ളമൊക്കെ നനച്ചിട്ട് വെള്ളമുണ്ട്. വെള്ളം അങ്ങനെ ഒഴുക്കണ ഒരു ടൈം ഉണ്ടാവുമായിരിക്കും. ഈശക്കുട്ടി പതുക്കെ സ്ലോലി ജമ്പ് ചെയ്യരുത്. ജമ്പ് ചെയ്ത് ഓക്കെ. ഈശക്കുട്ടൻ എങ്ങടെ പോണത്? നമുക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ അത്. പിന്നെ ഇവിടെ അങ്ങനെ വെയിലൊക്കെ കുറവാണ്. അവിടെ കൂടുതലും തണലുള്ള സ്ഥലങ്ങളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം വെയിലുള്ളെന്നുള്ള പ്രശ്നമൊന്നും വേണ്ട. ആ ചൂട് സമയത്തൊക്കെ ആയാലും വരാൻ പറ്റിയൊരു പ്ലേസ് ആണിത്. കിളികളുടെ കളകളാരവം അതല്ലേ. ഓ എന്റെ അമ്മയെ കണ്ടുപിടിച്ചു വരണം. സഞ്ജു ദേ വാഴപ്പഴം ഇഷ്ടം പോലെ വാഴത്തോട്ടം. എന്താ കുട്ടി അത് കയ്യില് ഫ്രൂട്ടാ? പുളിയില പോലെ, ചെറിയ പുളിയില പോലെ, പക്ഷെ മുള്ളുണ്ട് നല്ല. എനിക്ക് പക്ഷെ ഇതുപോലെ സാധനമൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ്. അങ്ങനെ നമ്മൾ നാലും കൂടി ഒരു ജംഗ്ഷനിലെത്തി. ഇനി നമുക്ക് റൈറ്റ് പോണോ ലെഫ്റ്റ് പോണോ നേരെ പോണോ എന്ന് അറിയില്ല. എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. കുറെ സ്ഥലമുണ്ട് ഇവിടെ. അലൈൻ സൂക്ക് പോവാം. കാണാനായിട്ട് എങ്ങനെയുണ്ട് സഞ്ജു സ്ഥലം? അടിപൊളിയല്ലേ? സൂപ്പർ സ്ഥലം. എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? എന്റെ സെലക്ഷൻ അയ്യടാ, ഞാനാണ് ഈ സ്ഥലം കണ്ടുപിടിച്ച് കൊടുത്തത്. പക്ഷെ ഞാനവനെ പറയാവൂ. അയ്യടാ ഞാനാണെന്നല്ലേ. സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നത് ഞാനും കഴിച്ചു. ഞാനാണ്. പക്ഷെ കൊണ്ടുപോകുന്നത് ഞാനല്ലേ? ആ അത് ശരിയാ. ഇതിനകത്ത് തന്നെയായിട്ട് നമുക്ക് കോഫി ഷോപ്പും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ വന്ന് കഴിഞ്ഞ് ക്ഷീണമൊക്കെ ആയിക്കഴിഞ്ഞാൽ കോഫിയൊക്കെ കുടിക്കാനുള്ള സൗകര്യം, ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. അങ്ങനെ മാവ് പൂവിട്ട് അല്ലേ വാങ്ങിണ്ടായി തുടങ്ങി. കണിമാങ്ങ ഡിയറിന് ഓക്കെ. ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ലേ ചേ? തമാശയാണോ ഉദ്ദേശിച്ചത് കുട്ടൻ?
എന്തായാലും നമുക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്തോറും ഇങ്ങനെ ഓരോ റെസ്റ്റ് ഏരിയാസ് ഉണ്ട്. അത് ഭയങ്കര അടിപൊളിയാട്ടോ. കുറച്ച് ദൂരം നടക്കാം, റെസ്റ്റ് ചെയ്യാം, കുറച്ച് ദൂരം നടക്കാം, റെസ്റ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് ടയേർഡൊന്നും ആവണില്ല അല്ലേ, നമ്മൾ വെയിലത്തിൽ കൂടെ അല്ലല്ലോ നടക്കണേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടയേർഡൊന്നും ആവുന്നില്ലെങ്കിലും എന്തായാലും വന്നതല്ലേ ഒന്ന് ഇരുന്നിട്ട് പോകാന്ന് വിചാരിച്ചു. ഇതിന്റെ പ്രത്യേകത എന്താ, ഈ മാനിന് ഒരു കാലില്ല. ഡേറ്റ് പ്രൊഡക്ഷൻ മറ്റേ പഴയ നൊസ്റ്റാൾജിയ ഓർമ്മ വരുന്നു. നമ്മള് മാങ്ങൊക്കെ പൊട്ടിച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടി ഇല്ല ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് തിരുമ്മി നമ്മൾ കഴിക്കില്ലേ, പറമ്പിലൊക്കെ പോയിരുന്നു കഴിക്കില്ല. ചേച്ചിണ്ടാ? ഞങ്ങക്ക് അതൊക്കെ നൊസ്റ്റാൾജി ഒന്നും ഇല്ല. ഇല്ല. അപ്പൂസിനുണ്ടാ? ഇല്ല. അയ്യോ, എന്നാ ഞങ്ങൾ പിള്ളേർക്ക് ആയിരിക്കും. എന്താ ഞങ്ങൾക്ക് ഉണ്ടോ നൊസ്റ്റാൾജി? അതൊക്കെ ഓർമ്മ വരുന്നു. ഇപ്പൊ സാധനം കിട്ടി ഇങ്ങനെ അടിച്ച് പിന്നിച്ച് കഴിക്കായിരുന്നു. ആണ് ഇതേ മരമാണ് നമ്മളവിടെ പൊക്കം കുറഞ്ഞ ഇതിൽ കണ്ടത്, ആ കായുള്ളത് അതേ അല്ല. പുളിമരം അതുപോലെ ഒരു മരം. സിസ്റ്റം കയ്യാണി കെട്ടി വെള്ളം നനയ്ക്കുന്നുണ്ടോ, പൊട്ടിച്ച് നമ്മൾ നാട്ടിൽ ചെയ്യുന്നു. അതാണ് ഇവിടെ കംപ്ലീറ്റ്. പേരമരം പോലത്തെ ഇങ്ങനെ തൊലി പോവില്ലേ പേരയുടെ, അല്ലേ? പേരല്ല, അതുപോലെ തന്നെ അതെ. ഞാനെന്തോ ഒരു മരം. യെസ്, കണ്ട പനയൊക്കെ ഈസി ആയിട്ട് കയറാം. ആർക്ക് കയറണ്ടേ? അപ്പൂസിന് കയറണോ? അപ്പൂസ് ഒന്ന് ട്രൈ ചെയ്യോ? ഇവിടെ എല്ലാ പനയിലും ഉണ്ട്. ഇവിടെ നമ്മുടെ കയ്യിൽ പോണ്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടില്ല കേട്ടോ. ഇങ്ങോട്ടോ അങ്ങോട്ടോ. ഈശക്കുട്ടി പച്ചപ്പ. അതെ, നോ ക്ലൈംബിംഗ് എഴുതി വെച്ചിട്ടില്ല. ക്ലൈംബ് ചെയ്യാൻ പാടില്ല കുട്ടി, നോ ക്ലൈംബിംഗ് എഴുതിയിട്ടുണ്ട്. കുട്ടി ക്ലൈംബിംഗ് സ്റ്റാർട്ട് ചെയ്ത് പാർക്ക് ചെയ്യുന്ന ക്ലൈംബിംഗ് തന്നെ. നോ ക്ലൈംബിംഗ്, ക്ലൈംബിംഗ് ഇല്ല. എന്റെ വെറൈറ്റി മരങ്ങളുണ്ട് കേട്ടാ. മാവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സഞ്ജു പറയുന്നത് കടച്ചക്കമരമാണെന്നാണ്, അല്ലെങ്കിൽ ഒന്ന് പറയാം അല്ലേ? ആരെങ്കിലും പറയട്ടെ. ഇത് കടച്ചക്കൊന്നുമല്ല സഞ്ജു, ഇത് വേറെന്തോ ആണ്. ഇതിന്റെ കായ കുട്ടി എന്താ പരിപാടി? നാരങ്ങ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഓറഞ്ച് ബംബ്ലൂസ് നാരങ്ങ തോന്നുന്നുണ്ട്. ഒരെണ്ണം പറിച്ചാലോ? ഇവിടെ ഒരു മീൻ നടക്കണ്ടായിരുന്നു, ഞാൻ അവിടെ കണ്ടിരുന്നു. പറഞ്ഞ മീൻ എത്തോ പിന്നെ ഓറഞ്ച് കളറുണ്ട്, നോക്കി നോക്കാം. എന്താടാ ഇത്? നമ്മുടെ ഇതുപോലെ ഉണ്ടല്ലേ, മറ്റേ ഓറഞ്ച് ഇല്ലേ, എന്നിട്ട് പേര് മുസാമ്പി പോലെ. നല്ല ഇഷ്ടായി, കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ. നാരങ്ങ, ബബ്ലൂസ് നാരങ്ങയാണ്. പക്ഷെ ബബ്ലൂസ് നാരങ്ങയുടെ മണമാണ്. ആ നേടാ മണത്തോക്കിയടാ, മണത്തോക്കി. ബബ്ലൂസ് നാരങ്ങയുടെ മണല്ലേ? ആ
ഇടിച്ചു നോക്കണ ഒരാള്. ഇത് ലെമണാന്ന് തോന്നുന്നു. യെസ്, ഇത് ലെമൺ ട്രീ ആണെന്ന് തോന്നുന്നു. ലെമണൊന്നും ഇല്ല ഇവിടെ, സീസണല്ല. യെസ് സഞ്ജു, വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. തണല്, ഹരിതാപം, ശാന്തം എല്ലാം. ഇതിനുള്ളിൽ ഇങ്ങനെ കൊറേ നടന്നു കഴിഞ്ഞാൽ കൊറേ സാധനങ്ങൾ കിട്ടുമായിരിക്കും. ഫുള്ള് ഏക്കർ കണക്കിന് സ്ഥലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നിന്നാണ് വെള്ളമടിക്കുന്നത്. ടാങ്ക് നടന്ന് നടന്ന് വേറൊരു എക്സിറ്റിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യെസ്, വരുന്നവർക്ക് വണ്ടി എടുക്കാം, ചതിന് മാത്രമുണ്ട്. നല്ല രസമാണ്. അവിടെ സൂക്കുണ്ട് സഞ്ജു, ചെറിയ ചെറിയ സൂക്ക് 5:30 ആണ്. ഇതാണ് സൂക്ക്, നിങ്ങൾ പറഞ്ഞ സൂക്ക്. നിറയെ ഷോപ്പുകളാണ്. ആ ആശക്കുട്ടിക്ക് വാങ്ങിച്ചില്ലടാ മുന്നേ. അതെ അതെ, പിന്നെ ടോയ്സ് ഉണ്ട് കിഡ്സിനൊക്കെ പറ്റിയ. സഞ്ജുതൊക്കെ കണ്ട് കണ്ണുകളിലേക്കാണ്. ഗാർഡൻ, വാവ്, നൈസ്. ചുട്ടി എങ്ങനെ പോണേ? ഗാർഡനിലേക്ക്. വാവ്, pomegranate tree. ചുട്ടി pomegranate ആട്ടത്. ഫിഗ് ട്രീയാ. ഇതാണോ ഫിഗ്? ആ, അതിപ്പഴും ഇത് മാവ് പോലെ ഉണ്ടല്ലോ. ഇറ്റാലിയൻ സെന്റർ എൻട്രൻസ് അപ്പുറത്താണോ? الثقافي والتراثية والأثرية قامت منظمة يونسكو بإدراج 17 عنصر، وهذه العناصر هي جبل حفيد، مواقع هيل الأثرية. Situated at the crossroads of ancient land routes, preserves traces of these periods, but over time, some became permanent. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ അലൈൻ ഒയാസിസ് എങ്ങനെയാണ് ഉണ്ടായിരുന്നതെന്നും അലൈൻ ഉണ്ടായ കാര്യങ്ങളും ഒക്കെയാണ് ഇവർ പ്രസൻറ്റേഷനിലൂടെ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതാണ് ഗാഫ് ട്രീ, പുളിമരം. ഗൈസ്, ഇവിടെ നമുക്ക് ടൈം ഉണ്ട്. 9:30 മുതൽ 5:30 വരെയാണ് ഇവിടുത്തെ ടൈമിങ് വരുന്നത്. സോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ കാണാനുള്ളത് തന്നെ ഉണ്ടല്ലേ. അത്രയും ഇഷ്ടം പോലെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്ക് ഏകദേശം ടൈം അവസാനിക്കാറായി, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഫുള്ളും കാണാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ബഗ്ഗി എടുത്ത് പോണത് ഏറ്റവും അടിപൊളി. അപ്പൊ നമുക്ക് ഫുള്ള് ചുറ്റി കാണാൻ പറ്റും. ഞങ്ങൾ നടന്ന് നോക്കിയത് കണ്ടത്.
കള്ളുകുടം. സംഭവം ഇതൊക്കെ താമസിക്കുന്ന സ്ഥലമൊന്നുമില്ല. പൂളാ പൂളാണ്. അപ്പൊ നമ്മള് കുറെ നേരം ഇവിടെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു. ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. അപ്പൊ നമ്മള് നേരത്തെ രാവിലെയൊക്കെ വരാവുന്നുണ്ട് കേട്ടോ, കാരണം ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കാണാനായിട്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് നടന്നു വേണമെങ്കിലും കാണാം. അതുപോലെ തന്നെ ഇവിടെ ബഗ്ഗിയുടെ സൗകര്യം ഉണ്ട്. അത് നമുക്ക് പേയ്മെന്റ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബഗ്ഗിയിൽ നമുക്ക് പോയിട്ട് ചുറ്റി കറങ്ങി കാണാൻ പറ്റും. അതുപോലെ നമുക്ക് സൈക്കിൾ കൊടുക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തോളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ അവധിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം, ഒരു പുതിയ പ്ലേസുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ഓപ്ഷനാണ്. അടിപൊളിയാണ്. കുട്ടികളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണ്. നമ്മൾ നാടിൻ്റെ കുറേ ഓർമ്മകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വന്നിട്ട് വിസിറ്റ് ചെയ്തോളൂ കേട്ടോ. അടിപൊളി സ്ഥലമാണ്. അപ്പൂസിന് എന്താ തോന്നിയത് ഇവിടെ വന്നിട്ട്? അത് ശരി, ഇഷ്ടമായ സ്ഥലം? സ്ഥലം ഇഷ്ടമായോ? അടിപൊളിയല്ലേ? അപ്പോൾ നമ്മുടെ സിറ്റിയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു സ്ഥലം ആണ് ഇതുള്ളത്. അപ്പോൾ നമുക്ക് സിറ്റിയിൽ ബിസി ലൈഫിൽ നിന്ന് കുറച്ചൊക്കെ മാറി നമുക്കൊരു കാമായിട്ടുള്ളൊരു പ്ലേസിൽ വരണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി വൈബ് പ്ലേസ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്താൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ പറഞ്ഞേക്കൂട്ടാ. ഓക്കെ, ബൈ ബൈ പറയല്ലേ? ബൈ ബൈ പറയ്. ബൈ ബൈ.